ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. എന്താണ് തിരുവചനാധിഷ്ഠിത പ്രവചനം? ആരാണ് കള്ളപ്രവാചകൻ? ഇളിവൻ കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് ഓൺലൈൻ മീഡിയകളിലൊക്കെ എഴുതിക്കൊണ്ടിരുന്ന ഒരു ലേഖന പരമ്പരയുടെ അതിൻ്റെ ഓഡിയോ വേർഷനാണ് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ദയവായി ശ്രദ്ധിച്ചാലും. ദൈവവചനമാകുന്ന വിശുദ്ധ ബൈബിൾ ത്രിയേക ദൈവത്തിൻ്റെ പരിപൂർണതയുള്ള വെളിപ്പാടിൻ്റെ എഴുതപ്പെട്ട രേഖയാണ്. വിശുദ്ധ ബൈബിളിലെ അത്യന്തം ഗൗരവമേറിയ ഉപദേശ വിഷയം തന്നെയാണ് പ്രവചന ശുശ്രൂഷ. ഒരു ജനതയെ തികഞ്ഞ പക്വതയിലേക്ക് നയിക്കുവാനും ഒപ്പം അരാജകത്വത്തിലേക്ക് തള്ളിവിടുവാനും ഒരുപോലെ പ്രവാചകന്മാർക്ക് കഴിയും എന്നതിനാൽ ദൈവജനം ഈ വിഷയം സംബന്ധിച്ച് ന്യായമായ അറിവുള്ളവരായി തീരണം. അല്ലെങ്കിൽ വളരെ അപകടത്തിലേക്ക് നമ്മളെല്ലാം നടത്തു എന്നിരിക്കാം. പൂർണ്ണമായും ഈ വിഷയത്തെപ്പറ്റി ബൈബിൾ എന്ത് ഉപദേശിക്കുന്നു എന്ന് ലളിതമായ ഭാഷയിൽ വിശദീകരിക്കുവാൻ വേണ്ടിയാണ് ഇളയവൻ ആഗ്രഹിക്കുന്നത്. ഈ വിഷയം സംബന്ധമായി ന്യായമായ ഏതൊരു ചോദ്യങ്ങൾക്കും വിശദീകരണം നൽകുവാൻ ഇളയവൻ ബാധ്യസ്ഥനാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുന്നു. തിരുവചനത്തിലെ ഏറ്റവും അപകടകരമായ ശുശ്രൂഷയാണ് പ്രവചന ശുശ്രൂഷ എന്ന് വേണമെങ്കിൽ പറയാം. ദൈവവചനത്തിലെ ഏറ്റവും അപകടകരമായ ശുശ്രൂഷയാണ് പ്രവചന ശുശ്രൂഷ എന്ന് പറയാം. അതിൻ്റെ വിശദീകരണങ്ങൾ തുടർന്നുള്ള അധ്യായങ്ങളിലൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ദൈവവചനമാകുന്ന വിശുദ്ധ ബൈബിൾ അടിസ്ഥാനപരമായി ഒരു പ്രവചന ഗ്രന്ഥം തന്നെയാണ്. ദൈവം ചരിത്രം മുൻകൂട്ടി എഴുതിയിട്ട് അതിന് പ്രവചനമെന്ന് പേരിട്ടു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ പ്രവചനത്തോടു കൂടിയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം മനുഷ്യൻ്റെ ആ വീഴ്ചയ്ക്ക് ശേഷം രക്ഷകനെ പറ്റിയുള്ളൊരു വാഗ്ദത്തം കൊടുക്കുന്നൊരു ഭാഗമാണത്. ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. രക്ഷകനെ പറ്റിയുള്ള ഒരു പ്രതീക്ഷ നൽകുന്ന ആദ്യത്തെ വാഗ്ദത്തമെന്ന് പറയാവുന്ന ഒരു കാര്യമാണ് ഇത്. തുടർന്ന് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ആയിരക്കണക്കിന് പ്രവചനങ്ങൾ വിശുദ്ധ ബൈബിൾ കാണുവാൻ കഴിയും. അത് ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ വരവിനോട് ബന്ധപ്പെട്ടുള്ള പ്രവചനങ്ങളുണ്ട്. ലോകരാജാക്കന്മാരെ പറ്റിയുണ്ട്. ഭാവിയിൽ നടക്കുവാൻ പോകുന്ന ലോക സംഭവങ്ങളെ പറ്റിയുണ്ട്. ഭാവിയിലെ ദൈവീയ കർമ്മ പരിപാടി ഭാവികാല നിത്യതയോളം വരുന്ന ദൈവീയ കർമ്മ പരിപാടിയെ പറ്റിയുള്ള പ്രവചനങ്ങളുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് പ്രവചനങ്ങൾ ഈ വിശുദ്ധ ബൈബിൾ കാണുവാൻ കഴിയും. എന്നാൽ തിരുവെഴുത്തിലെ പ്രവചനം ഒരിക്കലും ഒരു സ്വന്തമായ ഇഷ്ടപ്രകാരം ഉളവായതല്ല. സ്വന്തമായ ഇഷ്ടപ്രകാരം ആർക്കും പ്രവചിക്കുവാൻ സാധ്യമല്ല. ഈ വിഷയത്തെപ്പറ്റി ബൈബിൾ എന്തു പറയുന്നു എന്ന് നോക്കി അതുപോലെ മാത്രമേ പ്രവചിക്കാൻ കഴിയൂ. 2 പത്രോസ് 1-ാം അധ്യായം 20-21 വാക്യങ്ങൾ. 2 പത്രോസ് 1-ാം അധ്യായം 20-21 വാക്യങ്ങൾ അത് വായിക്കാം. പ്രവചനമൊരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ഇതാണ് ആ വാക്യം എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവചിക്കുവാൻ ആർക്കും അവകാശം ഇല്ല. അല്പം കൂടി ഞാൻ അതിനെ ലളിതവൽക്കരിച്ച് പറഞ്ഞാൽ ഒരു സംഭവം നടക്കുന്നു. ഒരു മാധ്യമ പ്രവർത്തകൻ അത് കണ്ടിട്ട് തൻ്റെതായ ഒരു വേർഷനിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പം താൻ എന്തു കണ്ടുവോ അത് അതേപടി തൻ്റെ ഭാഷയിൽ മറ്റുള്ളവർ അറിയിക്കുന്നു. അതുപോലെ തന്നെയാണ് പ്രവാചകനോട് ദൈവം കാര്യങ്ങളെപ്പറ്റി വിശദീകരിച്ചു കൊടുക്കുന്നു. പ്രവാചകൻ അതിനകത്ത് മറ്റൊന്നും അധികമായി ചേർക്കാതെ അത് അതേ രൂപത്തിൽ തന്നെ ജനത്തോട് ഒരു ഇടനിലക്കാരൻ എന്ന നിലയിൽ ജനത്തോട് സംസാരിക്കുന്നു. ഇതാണ് ശരിക്കും പ്രവാചകൻ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി. അതുകൊണ്ട് തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ആർക്കും പ്രവചിക്കുവാൻ സാധ്യമല്ല. ഇപ്പം നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അല്പം താരമൂല്യമൊക്കെയുള്ള ഒരു പ്രവാചകൻ
അദ്ദേഹത്തെ പ്രവാചകൻ വിളിക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പ്രസംഗകൻ പറയുന്നത് കേട്ടു, ഞങ്ങളൊക്കെ വല്ലപ്പോഴും ഗുമ്മിന് വേണ്ടി പ്രവചിക്കാറുണ്ടെന്ന്. അപ്പം ചിലപ്പോൾ അത് ഫ്ലോപ്പായി പോയെന്നൊക്കെ ഇരിക്കും. നമ്മൾ ആ വീഡിയോസ് കേട്ടതായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പം എന്ന് പറയുന്നത് നടക്കാനും ഒരു പ്രവചനം പറഞ്ഞ് നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ഈ കൈനോട്ടക്കാരുടെയൊക്കെ ഒരു സ്റ്റൈല്. ദൈവമൊക്കെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഗുമ്മിന് വേണ്ടി പ്രവചിക്കുവാൻ ദൈവം ആർക്കും അനുവാദം കൊടുക്കുന്നില്ല. പ്രവാചകനോട് ദൈവം ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നില്ലെങ്കിൽ പ്രവാചകൻ ആ വിഷയത്തിൽ നിശബ്ദനായിരിക്കണം. സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ട് ഒന്നും പ്രവചിക്കുവാൻ അധികാരം നൽകുന്നില്ല. മാത്രമല്ല, ഇതൊരു നിസ്സാര കാര്യമൊന്നുമല്ല. തുടർന്നുള്ള അധ്യായങ്ങളിൽ നമുക്കത് വിശദമായി പഠിക്കുവാൻ സാധിക്കും. ന്യായപ്രമാണ യുഗത്തിൽ മരണശിക്ഷ, ക്യാപിറ്റൽ പണിഷ്മെൻ്റ് വരെ നൽകുന്ന കുറ്റമായിരുന്നു ദൈവം പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന രീതിയിൽ ജനത്തോട് പറയുന്നത്. അവരെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു സ്ഥിതി വരെ ന്യായപ്രമാണത്തിലുണ്ടായിരുന്നു. അതിൻ്റെ ഗൗരവം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇവിടുത്തെ ഒരു മുഖ്യമന്ത്രിയോ ഒരു പ്രധാനമന്ത്രിയോ പറയാത്ത ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരാൾ പ്രചരിപ്പിക്കുന്നു എന്നിരിക്കട്ടെ, നമ്മുടെ നാട്ടിൽ അതെന്തൊക്കെ കോലാഹലങ്ങളുണ്ടാക്കും. ഒരു മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്താൽ അത് അതിഭീകരമായ പ്രശ്നത്തിലേക്ക്, ഒരു പക്ഷെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളൊക്കെയാണ് ചിലപ്പോൾ ആ മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം തന്നെ നിർത്തിവെക്കേണ്ടി വരും. അപ്പം അത്രയ്ക്ക് ഗൗരവമുള്ളൊരു കാര്യമാണ് ഒരാൾ പറഞ്ഞാത്തൊരു കാര്യം പറഞ്ഞു എന്ന് ജനത്തോട് പറയുന്നതെങ്കിൽ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവായ മഹാദൈവം അരുളി ചെയ്യാത്തൊരു കാര്യം അരുളി ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിതാവായ ദൈവം അതെത്രയോ വലിയ കൊടും പാതകമായി കണക്കാക്കുമെന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഈ വിഷയത്തെപ്പറ്റി ന്യായമായ അറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രവചനത്തിന് നമുക്ക് ഈ ഭാവി പറയുക എന്നത് മാത്രമൊന്നുമല്ല ഒരു പ്രവചനം. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് തുടർന്നുള്ള അധ്യായങ്ങളിൽ നമുക്ക് ഒരുമിച്ച് നമുക്ക് ധ്യാനിക്കുവാൻ സാധിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.